എല്ലാവർക്കും നമസ്കാരം. മായം ചേർത്ത തണ്ണിമത്തൻ വിപണിയിൽ സുലഭം. കണ്ടെത്താനുള്ള വഴികളില്ല. നോമ്പുകാലം കൂടി അടുത്തതിന് വിപണിയിൽ തണ്ണിമത്തൻ വളരെ സുലഭമാണ്. ഇതിൻ്റെ കൂടെ മായം ചേർത്ത തണ്ണിമത്തൻ വിപണിയിൽ സജീവമാകുന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. മാർച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽക്കാലം ഇങ്ങെത്തിക്കഴിഞ്ഞു. ഓരോ ദിവസവും താപനില വർദ്ധിക്കുന്നത് മൂലം കനത്ത ചൂടാണ് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ചൂടുകാലം അതിനാൽ തന്നെ ആരോഗ്യകരമായ പാനീയങ്ങളും തണുപ്പിക്കുന്ന പഴങ്ങളും കഴിക്കുന്നതിലാണ് പലരും കൂടുതൽ താല്പര്യപ്പെടുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരിറ്റ ആശ്വാസം ലഭിക്കാൻ തിരുവോരങ്ങളിലെ കടകളിൽ നിന്നും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് മാത്രമായി കണ്ടുവരുന്ന ജ്യൂസ് കടകളിൽ കയറിയും പാനീയങ്ങൾ കുടിക്കുന്നതും പഴങ്ങൾ വാങ്ങുന്നതും സാധാരണമാണ്. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏവർക്കും പ്രിയപ്പെട്ട തണ്ണിമത്തൻ തന്നെയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും തണ്ണിമത്തൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. നോമ്പുകാലം കൂടി അടുത്തതിനാൽ വിപണികളിൽ തണ്ണിമത്തൻ സുലഭമാണ്. ഇതിൻ്റെ കൂടെ മായം ചേർത്ത തണ്ണിമത്തൻ വിപണിയിൽ സജീവമാകുന്നുവെന്ന് മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തി കഴിഞ്ഞു. മായം ചേർത്ത പഴങ്ങൾ കഴിക്കുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ തണ്ണിമത്തൻ വാങ്ങുമ്പോൾ അത് ശുദ്ധമായതാണോ എന്ന് നിർബന്ധമായും തിരിച്ചറിയേണ്ടത് ഈ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. മായം കലർന്ന തണ്ണിമത്തൻ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിനായി ആദ്യം നിങ്ങൾ തണ്ണിമത്തൻ വാങ്ങുമ്പോൾ വിൽപ്പനക്കാരനോട് ഒരു ചെറിയ കഷ്ണം മുറിച്ച് നിങ്ങൾക്ക് നൽകാൻ ആവശ്യപ്പെടുക. ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പഞ്ഞി കൊണ്ടോ മുറിച്ച തണ്ണിമത്തൻ കഷ്ണത്തിൻ്റെ ഉൾഭാഗത്ത് പതുക്കെ ഉരച്ചു നോക്കാം. ഉരച്ചു നോക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ നിറമാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ അത് മായം ചേർത്ത തണ്ണിമത്തനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ശുദ്ധമായ തണ്ണിമത്തനാണെങ്കിൽ ഇതിന് നിറമാറ്റം വരില്ല. ഈ ലളിതമായ പരിശോധനയിലൂടെ മായം കലർന്ന തണ്ണിമത്തൻ കണ്ടെത്താനാകും നിങ്ങൾക്ക്. ചില നുറുങ്ങുകൾ കൂടി പറഞ്ഞുതരാം. തണ്ണിമത്തന് അല്പം വെളുത്ത നിറവും അവിടെ ഇവിടെയും മഞ്ഞ നിറവും ഉണ്ടെങ്കിൽ അതിൽ മായം ചേർക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. തണ്ണിമത്തൻ വേഗത്തിൽ പഴുക്കാൻ കാർബൈഡ് എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തണ്ണിമത്തൻ മുകളിൽ പറഞ്ഞ മഞ്ഞ നിറം കണ്ടാൽ ഉപ്പുവെള്ളത്തിൽ നന്നായി കഴുകിയ ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. തണ്ണിമത്തൻ വാങ്ങുമ്പോൾ ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതുണ്ട്. തണ്ണിമത്തത്തിൽ ധാരങ്ങളുണ്ടെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് ഉചിതം. ഒരുപക്ഷെ മായം ചേർക്കാൻ സിറിഞ്ചുകൾ കുത്തിവയ്ക്കാൻ സാധ്യതയുണ്ട്. മായം ചേർത്ത തണ്ണിമത്തനാണെങ്കിൽ അത് മുറിക്കുമ്പോൾ പഴത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ വാങ്ങുമ്പോഴും വാങ്ങിയതിനു ശേഷം ഈ വഴികൾ പിന്തുടർന്നാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നിങ്ങൾ പഴവർഗ്ഗങ്ങൾ മേടിക്കുമ്പോൾ തണ്ണിമത്തൻ പ്രത്യേകിച്ച് വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ബുഷ് ആൻഡ് സ്റ്റേ ഹാപ്പി.